ആരുമേ കണ്ടിട്ടില്ലാത്ത, ആരും ഇതുവരെ രുചിച്ചു നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയ വിഭവമായിട്ടാണ് ഇന്ന് അച്ചായൻ വന്നിരിക്കുന്നത്. ഇഡലി, സാമ്പാർ ആൻഡ് ചട്നി. അപ്പോൾ അതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. അല്പം അരിമാവ് വേണം, പിന്നെ കുറച്ച് തേങ്ങ വേണം. അതിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കുക. അപ്പോൾ അരിമാവ് പിറ്റേ ദിവസം തന്നെ അരി അരച്ച് വയ്ക്കുക. ഉഴുന്ന് അരിയും കൂടെ കൂത്ത് വെച്ചതിന് ശേഷം അരച്ച് വയ്ക്കുക. പുളിച്ച് പൊങ്ങും പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ ഇഡലിത്തട്ടം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എണ്ണ പുരട്ടി അതിലേക്ക് കോരി ഒഴിച്ച്, അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ അവിടെ റെഡി ആവുന്നുണ്ട്. അവനിങ്ങനെ സീറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇറക്കി വയ്ക്കുന്നു. അവർ പതുക്കെ അവിടെ ഇരുന്ന് വേവുന്നു. വെന്ത് കഴിയുമ്പോൾ പുള്ളിക്കാരനൊരു സീറ്റി അടിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനേക്ക് നമുക്ക് ചമ്മന്തിക്കറി ഉണ്ടാക്കുന്നതാണ്. ചമ്മന്തിക്കറി എന്ന് പറയും, നമ്മൾ ചമ്മന്തിക്കറി എന്ന് പറയും. അപ്പോൾ ചമ്മന്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിയുക, കുറച്ച് പച്ചമുളകും അതുപോലെ ചെറുതായിട്ട് അരിയുക. അപ്പം ചമ്മന്തിക്ക് വേണ്ട തേങ്ങ നേരത്തെ ചിരകി അതിലൊരു 4-5 പച്ചമുളക് ഇട്ടിട്ട് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇട്ട് ഉപ്പ് ഒഴിച്ച് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം റെഡിയാണ്. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? കടുക് വറക്കുന്നു. കടുക് വറുത്ത് കറിവേപ്പില ഇട്ടതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മിക്സർ കഴുകി ഉള്ള വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചമ്മന്തിക്കറി റെഡിയാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് വെക്കുന്നുണ്ട്, ചുമ്മാ ഒരു രസത്തിന്. അപ്പോൾ ഈ ചമ്മന്തി ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കറിവേപ്പില വെച്ച് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ കുക്കർ അവിടെ ഇരുന്ന് സീറ്റി അടിക്കുന്നു. അപ്പോൾ അവനെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആകെ സംഗതി വഷളാകുമെന്ന് കരുതി ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി വെന്തോന്ന് അറിയാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ മാവ് പച്ചയായിട്ടിരിക്കുകയാണെങ്കിൽ വെന്തില്ല, ഒന്നുകൂടെ അടച്ച് വേവിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എപ്പോഴും റെഡി ആയിട്ടുണ്ട്. ഒരു 3 minutes to 5 minutes അത് സീറ്റി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോകുന്നു ടേബിളിലേക്ക്. അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് തണുത്ത് നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അതോടൊപ്പം നമ്മുടെ ചമ്മന്തി കറിയും നമ്മുടെ സാമ്പാർ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അത്യാവശ്യ സാധനം കൂടെ ഉണ്ട്, ഒരു പഴം. അപ്പോൾ ഒരു പഴം കൂടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. പഴത്തിൻ്റെ മണ്ട മുറിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് ആരും ദേഷ്യപ്പെടേണ്ട. നല്ല അടിപൊളി സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കളെ, നമ്മൾ ഇച്ചിരി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാണല്ലോ എന്നാ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കുക. ഇതൊരു പുതിയ ഐറ്റം.